കർക്കിടക മാസഫലം 2026 ഭാഗം 1 അശ്വതി മുതൽ പൂയം വരെ 1. അശ്വതി. തൊഴിൽ. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയം. ജോലിസ്ഥലത്ത് അംഗീകാരവും ഉത്തരവാദിത്വവും വർദ്ധിക്കാം. സാമ്പത്തികം. ധനലാഭത്തിനുള്ള അവസരങ്ങൾ ലഭിക്കും. അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചാൽ സമ്പാദ്യം വർദ്ധിക്കും. കുടുംബജീവിതം. കുടുംബത്തിൽ ഐക്യവും സന്തോഷവും നിലനിൽക്കും. ശുഭവാർത്തകൾ കേൾക്കാൻ സാധ്യത. ആരോഗ്യം. പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും. ഉറക്കക്രമം ശ്രദ്ധിക്കുക. വിദേശയോഗം. വിദേശ ജോലി അല്ലെങ്കിൽ യാത്ര സംബന്ധിച്ച വാർത്തകൾ ലഭിക്കാം. വിവാഹയോഗം. അവിവാഹിതർക്ക് നല്ല വിവാഹാലോചനകൾ വന്നേക്കാം. പരിഹാരം. ഗണപതി ക്ഷേത്രദർശനം നടത്തുക. ഓം ഗം ഗണപതയെ നമോ 21 പ്രാവശ്യം ജപിക്കുക. ഭാഗ്യനിറം പച്ച. ഭാഗ്യസംഖ്യ 5. 2. ഭരണി. തൊഴിൽ. ജോലിയിൽ സമ്മർദ്ദം കൂടിയേക്കാം. ക്ഷമയോടെ പ്രവർത്തിച്ചാൽ നേട്ടം ലഭിക്കും. സാമ്പത്തികം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. പുതിയ നിക്ഷേപങ്ങൾ ആലോചിച്ചു മാത്രം ചെയ്യുക. കുടുംബജീവിതം. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ശാന്തമായ സമീപനം ഗുണം ചെയ്യും. ആരോഗ്യം. ദഹനസംബന്ധമായ അസ്വസ്ഥതകൾ ശ്രദ്ധിക്കുക. വിദേശയോഗം. കാലതാമസം ഉണ്ടായാലും അവസരങ്ങൾ നഷ്ടമാകില്ല. വിവാഹയോഗം. വിവാഹാലോചനകൾ മുന്നോട്ടു പോകാൻ സാധ്യത. പരിഹാരം. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ച നെയ്വിളക്ക് തെളിയിക്കുക. ഭാഗ്യനിറം ചുവപ്പ്. ഭാഗ്യസംഖ്യ 9. 3. കാർത്തിക. തൊഴിൽ. ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും. പുതിയ അവസരങ്ങൾ ലഭിക്കും. സാമ്പത്തികം. പഴയ കുടിശ്ശികകൾ ലഭിക്കാം. വരുമാനം മെച്ചപ്പെടും. കുടുംബജീവിതം. മാതാപിതാക്കളുടെ അനുഗ്രഹം ലഭിക്കും. കുടുംബാന്തരീക്ഷം സന്തോഷകരമാകും. ആരോഗ്യം. തൊണ്ട, കഴുത്ത് സംബന്ധമായ അസ്വസ്ഥതകൾ ശ്രദ്ധിക്കുക. വിദേശയോഗം. വിദേശ കമ്പനികളിൽ നിന്ന് നല്ല വാർത്ത ലഭിക്കാൻ സാധ്യത. വിവാഹയോഗം. വിവാഹത്തിന് അനുകൂല സമയം. പരിഹാരം. സുബ്രഹ്മണ്യസ്വാമിയെ ആരാധിക്കുക. ഓം ശരവണഭവായ നമോ ജപിക്കുക. ഭാഗ്യനിറം ഓറഞ്ച്. ഭാഗ്യസംഖ്യ 3. 4. രോഹിണി. തൊഴിൽ. ബിസിനസ്സിലും ജോലിയിലും മികച്ച പുരോഗതി. സാമ്പത്തികം. ധനലാഭം വർദ്ധിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കും. കുടുംബജീവിതം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും. ആരോഗ്യം. ശാരീരിക ക്ഷീണം ഒഴിവാക്കുക. വിദേശയോഗം. വിദേശയാത്രയ്ക്ക് സാധ്യത. വിവാഹയോഗം. ശുഭകരമായ വിവാഹാലോചനകൾ വന്നേക്കാം. പരിഹാരം. ശ്രീകൃഷ്ണനെ ആരാധിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ ജപിക്കുക. ഭാഗ്യനിറം വെള്ള. ഭാഗ്യസംഖ്യ 6. 5. മകേരം. തൊഴിൽ. പുതിയ പ്രോജക്റ്റുകൾ വിജയിക്കും. സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കും. സാമ്പത്തികം. സമ്പാദ്യം വർദ്ധിക്കും. നിക്ഷേപങ്ങൾക്ക് നല്ല സമയം. കുടുംബജീവിതം. ബന്ധങ്ങളിൽ വിശ്വാസം വർദ്ധിക്കും. ആരോഗ്യം. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം ചെയ്യുക. വിദേശയോഗം. വിദേശ ജോലിക്ക് സാധ്യത മെച്ചപ്പെടും. വിവാഹയോഗം. കുടുംബത്തിന്റെ പിന്തുണയോടെ വിവാഹകാര്യങ്ങൾ മുന്നോട്ടു പോകാം. പരിഹാരം. ശിവക്ഷേത്ര ദർശനം നടത്തുക. ഓം നമോ ശിവായ 108 പ്രാവശ്യം ജപിക്കുക. ഭാഗ്യനിറം നീല. ഭാഗ്യസംഖ്യ 8. 6. തിരുവാതിര. തൊഴിൽ. ജോലിയിൽ അംഗീകാരവും പുതിയ ഉത്തരവാദിത്വങ്ങളും ലഭിക്കും. സാമ്പത്തികം. ചെലവുകൾ നിയന്ത്രിക്കുന്നത് ഗുണം ചെയ്യും. കുടുംബജീവിതം. മക്കളുടെ നേട്ടങ്ങൾ സന്തോഷം നൽകും. ആരോഗ്യം. രക്തസമ്മർദ്ദം ഉള്ളവർ ശ്രദ്ധിക്കുക. വിദേശയോഗം. വിദേശയാത്രയിൽ ചെറിയ കാലതാമസം ഉണ്ടായേക്കാം. വിവാഹയോഗം. വിവാഹശ്രമങ്ങൾ തുടർന്നാൽ നല്ല ഫലം ലഭിക്കാം. പരിഹാരം. പരമശിവന് ജലാഭിഷേകം നടത്തുക. ഭാഗ്യനിറം ചാരനിറം.
ഭാഗ്യസംഖ്യ 7. 1. പുണർദം. തൊഴിൽ. പുതിയ ജോലി ലഭിക്കാനും സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യത. സാമ്പത്തികം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കുടുംബജീവിതം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കും. ആരോഗ്യം. പൊതുവെ ആരോഗ്യം മികച്ചതായിരിക്കും. വിദേശയോഗം. വിദേശ പഠനത്തിനും ജോലിക്കും അനുകൂല സമയം. വിവാഹയോഗം. വിവാഹത്തിനുള്ള മികച്ച സമയങ്ങളിൽ ഒന്നാണ്. പരിഹാരം. മഹാവിഷ്ണുവിനെ ആരാധിക്കുക. ഓം നമോ നാരായണായ ജപിക്കുക. ഭാഗ്യനിറം മഞ്ഞ. ഭാഗ്യസംഖ്യ 1. 1. പൂയം. തൊഴിൽ. സ്ഥാനക്കയറ്റത്തിനും ശമ്പളവർദ്ധനവിനും സാധ്യത. സാമ്പത്തികം. ധനസമ്പാദ്യം വർദ്ധിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ ലഭിക്കും. കുടുംബജീവിതം. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും. ആരോഗ്യം. പഴയ ആരോഗ്യപ്രശ്നങ്ങൾക്ക് ആശ്വാസം ലഭിക്കാം. വിദേശയോഗം. വിദേശ കമ്പനികളിൽ നിന്ന് അവസരങ്ങൾ ലഭിക്കാം. വിവാഹയോഗം. വിവാഹാലോചനകൾ അനുകൂലമായി മുന്നോട്ടു പോകും. പരിഹാരം. വ്യാഴാഴ്ച ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക. ഭാഗ്യനിറം സ്വർണ്ണനിറം. ഭാഗ്യസംഖ്യ 3. തുടരും. ഭാഗം 2. ആയില്യം മുതൽ ചിത്തിര വരെ.